പസഫിക് ഓസ്ട്രേലിയയിലെ സൂപ്പർ എൽനിനോ എന്നൊരു പ്രതിഭാസം ഇപ്പോൾ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ലോകമാകെ നല്ല ചൂടായിരിക്കും ഈ ഏപ്രിൽ മെയ് മാസങ്ങളിൽ എന്നാണ് പറയപ്പെടുന്നത്. പക്ഷേ വാട്സപ്പിലും ഈ യൂണിവേഴ്സിറ്റിയിലൊക്കെ വാട്സപ്പ് യൂണിവേഴ്സിറ്റി കറങ്ങുന്ന ഒരു മെസ്സേജ് ഉണ്ട്, 50 ഡിഗ്രി ചൂട് കൂടും. അതൊന്നൊക്കെ ചുമ്മാ പറയുന്നതാണ്. അങ്ങനെയൊന്നും ഒരു കണക്കൊന്നും ലോകത്താരും പറഞ്ഞിട്ടില്ല. ബ്രസീലിൽ നിന്നൊരു പഠനം വന്നിട്ടുണ്ട്. അതായത് ആമസോൺ കാടുകളിലും ബ്രസീലിലും ഉള്ള അത്രയും ചൂട് എവിടെ വന്നു തുടങ്ങി? കേരളത്തിൽ വന്നു തുടങ്ങി. ഇപ്പോൾ 11 മണി മുതൽ 3 മണി വരെയാണ് ഇതിൻ്റെ ഒരു ഹോട്ട് പീരീഡ്. ആ സമയത്ത് പീക്ക് ടൈം, ആ സമയത്ത് ഒരുപാട് റെസ്ട്രിക്ഷനൊക്കെ ഗവൺമെൻറ്റും പറയുന്നുണ്ട്. അതെല്ലാം നോക്കി നമ്മൾ പരിഹരിച്ച് പോവുക എന്നുള്ളതാണ്. ജൂൺ ജൂലൈ കുഴപ്പം വരത്തില്ല. ആഗസ്റ്റ് മാസം ചിലപ്പോൾ അതിശക്തമായ മഴ വരാനുള്ള സാധ്യതയാണ്. പ്രളയത്തിലൊന്നും പോകുന്നു ഇപ്പോൾ പറയാനാവത്തില്ല, അതിൻ്റെ കണക്കുകൾ വരുന്നതേ ഉള്ളൂ. 2 കുഴപ്പങ്ങൾ വരാം. ഒന്ന്, കുടിവെള്ളം ഉൾപ്പെടെയുള്ള മേഖലയിൽ പ്രശ്നങ്ങൾ വരാം. അല്ലാതെ ഇനിയൊരു സുഖകരമായ ഒരു കാലാവസ്ഥയുടെ കാലം കേരളത്തിലുമില്ല, ഭൂമിക്ക് ഒരിടത്തുമില്ല. നമസ്കാരം. കേരളത്തിൽ ശക്തമായ ചൂടാണ് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇതിന് പിന്നാലെ കേരളം വരൾച്ചയിലേക്ക് പോകുമോ എന്നുള്ള ചോദ്യം ഉയർന്നു വരുന്നു. അതുകൂടാതെ ജൂൺ മാസം ആകുമ്പോൾ മഴ ശക്തമാകുമോ, പ്രളയം ഉണ്ടാകുമോ എന്നിങ്ങനെയുള്ള നിരീക്ഷണങ്ങളും ചോദ്യങ്ങളെല്ലാം തന്നെ സോഷ്യൽ മീഡിയയിലടക്കം ഉയർന്നു വരുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ ഇന്ന് മറുനാടനോട് പ്രതികരിക്കുകയാണ് ജലഭൗമശാസ്ത്ര വിദഗ്ധനായ ഡോക്ടർ വി സുഭാഷ് ചന്ദ്രബോസ്. പസഫിക് ഓഷനിലും ഇന്ത്യൻ മഹാസമുദ്രത്തിലും അതുപോലെ തന്നെ ബേ ഓഫ് ബംഗാളിലും കൊണ്ടാകുന്ന ചൂടിൻ്റെ വ്യതിയാനം അനുസരിച്ചൊക്കെയാണ് നമുക്ക് ചൂട് ഈ ഭൂമിയിലാകെ ചൂടൊക്കെ വരുന്നത്. സമുദ്രങ്ങളിലുള്ള ചൂടിൻ്റെയും കാറ്റിൻ്റെയും സഞ്ചാരമാണ് ഒരു പ്രധാന ഏജൻറ്റ്. പിന്നെ സൂര്യൻ ഒരു പ്രധാന ഘടകമാണ്. നല്ല ചൂടുണ്ട് ഇപ്പോൾ. പസഫിക് ഓസ്ട്രേലിയയിലെ സൂപ്പർ എൽനിനോ എന്നൊരു പ്രതിഭാസം ഇപ്പോൾ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ലോകമാകെ നല്ല ചൂടായിരിക്കും ഈ ഏപ്രിൽ മെയ് മാസങ്ങളിൽ എന്നാണ് പറയപ്പെടുന്നത്. പക്ഷേ വാട്സപ്പിലും ഈ യൂണിവേഴ്സിറ്റിയിലൊക്കെ വാട്സപ്പ് യൂണിവേഴ്സിറ്റി കറങ്ങുന്ന ഒരു മെസ്സേജ് ഉണ്ട്, 50 ഡിഗ്രി ചൂട് കൂടും. അതൊന്നൊക്കെ ചുമ്മാ പറയുന്നതാണ്. അങ്ങനെയൊന്നും ഒരു കണക്കൊന്നും ലോകത്താരും പറഞ്ഞിട്ടില്ല. ഇന്ത്യൻ വേൾഡ് മെറ്റീരിയോളജിക്കൽ ഓർഗനൈസേഷൻ WMOയും ഇന്ത്യൻ മെറ്റീരിയോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് IMDയും ഒക്കെയാണ് ഇതിന് അഭിപ്രായം പറയേണ്ടത്. അല്ലാതെ വേറെ ആർക്കും ഇതിനകത്ത് കാര്യമൊന്നുമില്ല. അപ്പോൾ ഇവരുടെ റിപ്പോർട്ടുകൾ അനുസരിച്ച് ഈ സൂപ്പർ എൽനിനോ എന്ന് പറയുന്ന പ്രോസസ്സ് വന്നുകൊണ്ടിരിക്കുന്നു. അത് കടലിലെ മോൾത്തട്ടിലെയും താഴെത്തട്ടിലെയും ചൂടിൻ്റെ വ്യതിയാനങ്ങൾക്കനുസരിച്ച് ഉണ്ടാകുന്നൊരു പ്രതിഭാസത്തെ പറയുന്ന പേരാണ്. അത് ലാനിന എന്ന് പറയുന്നൊരു പ്രതിഭാസമുണ്ട്. അങ്ങനെയാണെങ്കിൽ തണുപ്പായിരിക്കും കൂടുതൽ. എൽനിനോ എന്ന് പറയുന്ന പ്രതിഭാസത്തിൽ ചൂടായിരിക്കും കൂടുതൽ. പക്ഷേ ഇന്ത്യയിലേക്ക് വരുമ്പോൾ ഇന്ത്യൻ ബാംഗ്ലൂരിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസുകാർ ഒരു കാര്യം കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് ഈ പസഫിക് സമുദ്രത്തിൻ്റെ സ്വാധീനം വരുമ്പോൾ ഇന്ത്യയിൽ ഡൈപോൾ എന്ന് ഡൈ എന്ന് പറഞ്ഞാൽ 2 ഡൈപോൾ, ധ്രുവം, പോൾ എന്ന് പറഞ്ഞാൽ പോൾ നമുക്കറിയാം, ദക്ഷിണ ധ്രുവം, ഉത്തരാർദ്ധ ധ്രുവം എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്, നോർത്ത് പോൾ സൗത്ത് പോൾ. അപ്പോൾ ഡൈപോൾ, ധ്രുവം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ട്. അങ്ങനെ അതെന്ന് പറഞ്ഞാൽ ഇന്തോനേഷ്യയിലും ഇന്ത്യയിലും അതുപോലെ തന്നെ ജക്കാർത്ത ഈ തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ അതായത് ഇന്ത്യൻ മഹാസമുദ്രത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗവും കിഴക്ക് ഭാഗവും 2 ഭാഗത്തെയും ചൂടിൻ്റെ വ്യത്യാസങ്ങൾക്കനുസരിച്ചുള്ള ഒരു രണ്ടും ഒരേപോലെ നിൽക്കുകയാണെങ്കിൽ ഡൈപോൾ എന്തെന്ന് പറയും? പടിഞ്ഞാറ് ഭാഗവും ഇന്ത്യൻ മഹാസമുദ്രത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗവും കിഴക്കൻ ഭാഗവും ഒരേ ചൂടാണെങ്കിൽ അതിന് ഡൈപോൾ ന്യൂട്രലാന്ന് പറയും. അത് വലിയ അപകടമുള്ളതല്ല. അതേസമയം പടിഞ്ഞാറ് ഭാഗത്ത് വലിയ ചൂട് കൂടുകയും കിഴക്ക് ഭാഗത്ത് ചൂട് കുറയ്ക്കുകയും ചെയ്ത് കഴിഞ്ഞാൽ അത് പോസിറ്റീവായിട്ടുള്ള ഡൈപോൾ എന്ന് പറയും. അത് അങ്ങനെ ഉണ്ടെങ്കിൽ പിന്നെ ഇപ്പുറത്താണെങ്കിൽ കിഴക്കാണെങ്കിൽ നെഗറ്റീവ് ഡൈപോൾ എന്ന് പറയും. ഈ പോസിറ്റീവ് നെഗറ്റീവ് ഡൈപോൾ എന്ന് പറയുന്ന ചൂടിൻ്റെ വ്യതിയാനം പസഫിക് ഓഷനിലെ ചൂടിനെ കോംപ്രമൈസ് ചെയ്യും. അതുകൊണ്ടാണ് ഇന്ത്യയിൽ നമുക്ക് മഴ കിട്ടും എന്നൊക്കെ പറയുന്നത്. അല്ലെങ്കിൽ എന്തിലേക്ക് പോയനെ? അതിശക്തമായ വരൾച്ചയിലേക്ക് പോകും. പക്ഷേ ലോകത്തിപ്പോൾ പല രാജ്യം, ഇപ്പോൾ സൊമാലിയയിലൊക്കെ നല്ല വരൾച്ചയുടെ ഘട്ടം പോകുന്നൊരു രീതി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ലാറ്റിറ്റ്യൂഡ് ലോഞ്ചിറ്റ്യൂഡ് നോക്കിയാൽ ശരിക്കും നമ്മൾ സൊമാലിയയിലേക്ക് അടുത്ത് കിടക്കണമെന്ന് പറയാം. ഈ ഇക്വേറ്റർ എടുത്ത് വെച്ചിട്ട്, ഭൂമധ്യരേഖ എടുത്ത് വെച്ചിട്ട് കണക്ക് കഴിഞ്ഞാൽ നമ്മൾ ഈ പട്ടണ രാജ്യങ്ങളുടെ അതേ ലാറ്റിറ്റ്യൂഡിൽ വരുന്നവരാണ്. പക്ഷേ നമുക്കിവിടെ നല്ല മരങ്ങളും പശ്ചിമഘട്ടവും ഒക്കെ ഉണ്ട്. ഇതിനിടയിൽ ബ്രസീലിൽ നിന്നൊരു പഠനം വന്നിട്ടുണ്ട്. അതായത് ആമസോൺ കാടുകളിലും ബ്രസീലിലും ഉള്ള അത്രയും ചൂട് എവിടെ വന്നു തുടങ്ങി? കേരളത്തിൽ വന്നു തുടങ്ങി. എന്നോട് ചൂടിനെക്കുറിച്ച് പറയാനാണ് പറഞ്ഞത്. പക്ഷേ പാലക്കാട് 40 ഡിഗ്രിയാണ്. പക്ഷേ പാലക്കാട് 40 ഡിഗ്രി അവിടെ അവർക്കത് അഫോർഡ് ചെയ്യാൻ പറ്റുന്നതാണ്. കാര്യം ഹ്യൂമിഡിറ്റി കുറച്ച് കുറവുണ്ട്. അതേസമയം മറ്റ് സ്ഥലങ്ങളിൽ 38 ഡിഗ്രി 39 ഡിഗ്രിയിലേക്കാണ് പോകുന്നത്. 38 ഡിഗ്രി എന്ന് പറഞ്ഞാൽ വിത്ത് എഫക്റ്റിൽ 40-41 ഡിഗ്രിയുടെ എഫക്റ്റ് വരും. കാര്യം ഹ്യൂമിഡിറ്റി ഇവിടെ ഉള്ളതുകൊണ്ട് ഇത്രയും മരങ്ങളും കടലിൻ്റെ സാമീപ്യവും മലയുടെ സാമീപ്യം എല്ലാം ഉള്ളതുകൊണ്ട് ഹ്യൂമിഡിറ്റിയുടെ ഒരു കൂടുതൽ ആർദ്രത, അന്തരീക്ഷത്തിൻ്റെ ജലാംശം നിൽക്കുന്ന ഒരു ആർദ്രതയുണ്ട് ഇവിടെ. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് ചൂട് വന്നാലും കുറച്ചുകൂടെ എഫക്റ്റ് കാണിക്കും. കുറഞ്ഞ ചൂടിലും കുറച്ചുകൂടെ എഫക്റ്റ് കാണിക്കും. അങ്ങനെ ഒരു ആർദ്രത, ഹ്യൂമിഡിറ്റി ഇവിടെ ഉണ്ട്.
റിലേറ്റീവ് ഹ്യൂമിഡിറ്റി, ആപേക്ഷിക ആർദ്രത കൂടുതലാണ് കേരളത്തിൽ. തമിഴ്നാട്ടിൽ ഇത്രയും 40 ഡിഗ്രി ചൂട് കിട്ടിയാലും നല്ല കാറ്റൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് ബോഡി പെട്ടെന്ന് വേർക്കത്തില്ല. ഇവിടെയാണെങ്കിൽ ബോഡി പെട്ടെന്ന് വേർക്കുകയും പെട്ടെന്ന് നമ്മൾ ക്ഷീണിതരാവുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഈ കുഴഞ്ഞു വീഴാൻ സാധ്യതയുണ്ട്. കാരണം പെട്ടെന്ന് ഡീഹൈഡ്രേഷൻ നടക്കുന്നത്, നിർജ്ജലീകരണം എന്ന് പറയുന്ന പ്രോസസ് ചിലപ്പോൾ നടക്കുന്നത് വളരെ പെട്ടെന്നായിരിക്കും. നമ്മൾ വെള്ളദാഹവും നമുക്ക് കാണത്തില്ല, അല്ലാതെ തന്നെ നമ്മൾ കുഴഞ്ഞു വീഴാം. അതുപോലെ തന്നെ പിന്നെ വയർത്ത് പോകാം, പിന്നെ അസുഖങ്ങൾ വരാം, അതിസാരം വരാം, വയർ ലൂസ് മോഷൻ പോലുള്ള കാര്യങ്ങൾ വരാം, പിന്നെ എന്താണ് ഇത് വരാം, ഈ പിന്നെ സൂര്യാഘാതം വരാം, സൂര്യതാപം വരാം, സ്പോട്ടുകൾ വരാം കയ്യിലൊക്കെ ബോഡിയിലൊക്കെ. അപ്പോൾ 11 മണി മുതൽ 3 മണി വരെയാണ് ഇതിൻ്റെ ഒരു ഹോട്ട് പീരീഡ്. ആ സമയത്ത് പീക്ക് ടൈം, ആ സമയത്ത് ഒരുപാട് റെസ്ട്രിക്ഷനൊക്കെ ഗവൺമെൻറ്റും പറയുന്നുണ്ട്. അതെല്ലാം നോക്കി നമ്മൾ പരിഹരിച്ച് പോവുക എന്നുള്ളതാണ്. പക്ഷേ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുക, സൂക്ഷ്മ കാലാവസ്ഥയും സ്ഥൂല കാലാവസ്ഥയുമുണ്ട്. മൈക്രോ ആൻഡ് മൈക്രോ ക്ലൈമാറ്റ്. മൈക്രോ ക്ലൈമാറ്റ് എന്ന് പറഞ്ഞൊരു സൂക്ഷ്മ കാലാവസ്ഥയാണ്. അത് നമുക്ക് കുറേയൊക്കെ നമുക്ക് സൃഷ്ടിക്കാൻ പറ്റും. മരങ്ങൾ വെച്ച് പിടിപ്പിച്ചും വയലുകൾ സംരക്ഷിച്ചും ജലസ്രോതസ്സുകളൊക്കെ നിലനിർത്തിയും ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കുറേ നമ്മുടെ ഈ കാലാവസ്ഥയുടെ ഈ പ്രശ്നത്തെ പ്രതിരോധിക്കാൻ പറ്റും. പക്ഷേ ഇപ്പം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി, റോഡിൻ്റെ ഭാഗമായി, റെയിൽവേയുടെ ഭാഗമായി, ഇങ്ങനെ ഓരോ വിഷയങ്ങളുടെ ഭാഗമായി, വിമാനത്താവളത്തിൻ്റെ ഭാഗമായിട്ടൊക്കെ നമ്മൾ എന്ത് ചെയ്യാണ്, വ്യാപകമായി മരങ്ങൾ നശിപ്പിക്കുന്നു, ജലസ്രോതകൾ നശിപ്പിക്കുന്നു. പക്ഷേ ഇതുകൂടി നിലനിർത്തിക്കൊണ്ടുള്ള റോഡ് നിർമ്മാണം, അല്ലെങ്കിൽ റോഡ് നിർമ്മിച്ചതിന് ശേഷം അതിലുണ്ടായ ഗ്രീൻ ബെൽറ്റുകൾ, സാങ്കി വിമാനത്താവളം എന്ന് പറയുന്ന സിംഗപ്പൂരിലെ വിമാനത്താവളത്തിൽ നമുക്ക് നന്നായി അവിടെ പച്ചപ്പ് ധാരാളം വെച്ചിട്ടുണ്ട്. വിമാനത്താവളത്തിൽ അതിൻ്റെ ഒരു സൈഡ് മുഴുവൻ പച്ചപ്പാണ്, വെള്ളച്ചാട്ടമുണ്ട്, ഒരുപാട് സംവിധാനമുണ്ട്. നമുക്ക് പോയി ഫോട്ടോ ഒക്കെ എടുക്കാം, സെൽഫിയൊക്കെ എടുക്കാം. പക്ഷേ അങ്ങനെയൊക്കെ ഉള്ള, അപ്പോൾ കോലാലംപൂരിലായാലും മലേഷ്യയിലായാലും ധാരാളം റോഡ് പണിയുടെ വിശാലമായ റോഡാണ്. പക്ഷേ റോഡിൻ്റെ സൈഡിലെല്ലാം അവർ ഡിവൈഡറിലൊക്കെ നല്ല മരം വെച്ച്, ഒരുപാട് പൊക്കത്ത് പോകുന്നതല്ല, മരങ്ങൾ വെച്ച് പിടിപ്പിക്കുന്നുണ്ട്. പക്ഷേ അത്തരത്തിലുള്ള കൺസെപ്റ്റ് ഒന്നും നമുക്കില്ല. നമ്മൾ സ്മാർട്ട് സിറ്റിയുടെ ഭാഗമായി തിരുവനന്തപുരത്ത് എത്ര മരമാണ് മുറിച്ച് കളഞ്ഞത്, നമുക്ക് അങ്ങനെ ഒരു കൺസെപ്റ്റ് ഒന്നുമില്ല. പക്ഷേ അതൊക്കെ വരേണ്ട ഒരു സമയമായി നമ്മുടെ കാലാവസ്ഥയിൽ. അപ്പോൾ ചൂട് അധികരിച്ച് വരുന്നു. ഒരു ഇടമഴ വന്നില്ലെങ്കിൽ കുറച്ച് കോംപ്ലിക്കേഷനിലേക്ക് പോകും. മഴ വരികയാണെങ്കിൽ പിന്നെ മഴ വരുന്നതാണ് കേരളത്തിൻ്റെ ഒരു രീതിശാസ്ത്രം. ഇടയ്ക്കിടയ്ക്ക് മഴ വരുന്നതാണ്. മഴ വരികയാണെങ്കിൽ പിന്നെ വൈദ്യുതിയുടെ റെക്കോർഡ് ഉപയോഗത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതും വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. പിന്നെ പൊതു ഇടങ്ങളിലൊക്കെ ചവറുകൾ കൂനയൊക്കെ കൂട്ടിക്കിടന്നാൽ എന്ത് സംഭവിക്കാൻ സാധ്യതയുണ്ട്, തീ പിടിക്കാൻ സാധ്യതയുണ്ട്. ചേര പോലുള്ള ഇഴജന്തുക്കൾ കൂടുതലായി എന്ത് ചെയ്യാറുണ്ട്, പുറത്തിറങ്ങും. ചൂട് കാരണം അതിന് ഇരിക്കാൻ പറ്റാതെ വരുമ്പോൾ അത് പുറത്തിറങ്ങി സഞ്ചരിക്കും. അപ്പോൾ ഇതൊക്കെ ഒന്ന് വീടുകളിലായാലും സ്ഥലത്തായാലും ഈ ഇഴജന്തുക്കളൊക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പം മൃഗങ്ങൾ, പക്ഷിമൃഗം അതിലൊക്കെ അസ്വസ്ഥമാകും, കാര്യം ചൂടാണല്ലോ. അപ്പോൾ അത് ഒന്ന് മണ്ണിൻ്റെ ചൂട് ഭയങ്കരമാണ്. അതൊന്ന് ശ്രദ്ധിച്ച് പോകണം എന്നുള്ളതാണ് ഈ പീരീഡ്. നമുക്ക് ആപത്ത് കാലമാണ്. അപ്പോൾ വല്ലപ്പോഴും ഒന്ന് ശരീരം കഴുകുക. സോപ്പിട്ട് കുളിക്കണമെന്ന് ഞാൻ പറയില്ല, അല്ലാതെ തോർത്തൊക്കെ വെച്ച് കഴുകുക, വെള്ളം ധാരാളം കുടിക്കുക, ഐസ്ക്രീം പോലുള്ള കാര്യങ്ങൾ ഒഴിവാക്കുക, ഈ ജങ്ക് ഫുഡ്, അതുപോലത്തെ ബോഡിക്ക് ചൂട് കൂട്ടുന്ന സാധനങ്ങൾ ഒഴിവാക്കുക. ഈ വഴിയിലൊക്കെ കിട്ടുന്ന ഐസ്ക്രീം ഒന്നും വാങ്ങിച്ച് കുട്ടികൾക്ക് കൊടുക്കാതിരിക്കുക. കാരണം അതൊക്കെ ഏത് വെള്ളത്തിൽ നിന്ന് കൊണ്ടുവന്നത് നമുക്കൊരു പിടിയില്ല. അത്തരത്തിലുള്ള ഒരു പ്രാക്ടീസ് കൂടി പിന്നെ 11-നും 3-നും ഇടയ്ക്ക് ചെയ്യേണ്ടുന്ന കുറേ ഒരു പ്രാക്ടീസുകളുണ്ട്. റോഡ് ടാർ വർക്ക് പോലുള്ള കാര്യങ്ങൾ, തൊഴിലുറപ്പ്, ഇതൊക്കെ ഒന്ന് അംഗനവാടി, അങ്ങനെയുള്ളതൊക്കെ കൊച്ചുകുട്ടികളാണ്. അപ്പോൾ അവർക്കൊന്നും ഇത് താങ്ങാൻ പറ്റത്തില്ല. അപ്പോൾ ഗർഭിണികൾ, കൊച്ചുകുട്ടികൾ, വയസ്സായവർ, BP, ഷുഗർ രോഗമുള്ളവർ, ഇവരൊക്കെ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു പീരീഡാണിപ്പോൾ. ഇനി വരാൻ പോകുന്ന മഴ ഈ ചൂടിനേക്കാൾ കഠിനമായിരിക്കും. ചിലപ്പോൾ നമ്മളെ വേറൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ, നമ്മൾ കടലിൻ്റെയും പശ്ചിമഘട്ടത്തിൻ്റെ സാമീപ്യം ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ശക്തമായ മഴ വരാനും സാധ്യതയുണ്ട്. ഞാൻ ഈ ഡൈപോൾ സിസ്റ്റം കൂടി ഉള്ളത് കൊണ്ട് നമുക്ക് മഴ വലുതായിട്ട് കുറയില്ല എന്ന് പറയുന്നത്. പക്ഷേ ചിലപ്പോൾ ജൂൺ 1 എന്ന് പറയുന്നത് ചിലപ്പോൾ 4, 5 ആയാലും അത്ഭുതമില്ല. 2 ദിവസം 4 ദിവസം നീളാം. ഒന്ന് മൺസൂൺ ദുർബലമാകാം, പക്ഷേ ശക്തി പ്രാപിക്കും എന്നുള്ളത് തന്നെയാണ് കണക്ക് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ജൂൺ, ജൂലൈ കുഴപ്പം വരത്തില്ല. ആഗസ്റ്റ് മാസം ചിലപ്പോൾ അതിശക്തമായ മഴ വരാനുള്ള സാധ്യതയാണ്. പ്രളയത്തിലൊന്നും പോകുമെന്ന് ഇപ്പോൾ പറയാനാവട്ടില്ല, അതിൻ്റെ കണക്കുകൾ വരുന്നതേ ഉള്ളൂ. പക്ഷേ ശക്തമായ മഴ വരാനും സാധ്യതയുണ്ട്. നമ്മൾ ചെയ്യേണ്ടത്, ഇപ്പോൾ കോർപ്പറേഷൻകാർ ചരിത്രത്തിലാദ്യമായിട്ടായിരിക്കും രാജേഷ് മേയർ അത് ചെയ്യുന്നത്. നമ്മൾ ചില കാര്യങ്ങൾ കാണാതെ പോകാൻ പറ്റില്ല. സാധാരണ ഈ മഴക്കാല പൂർവ്വ ശുചീകരണമൊക്കെ നടത്തുന്നത് ഒരാഴ്ച മുമ്പാണ്, മഴ വേളയിൽ ഒരാഴ്ച മുമ്പ്. ഇപ്പോൾ പക്ഷേ 1.5 മാസം മുമ്പ് ചെയ്യുന്നു. ഇനി മഴവെള്ള സംഭരണം ഗൗരവമായി ഇപ്പോൾ ആലോചിക്കേണ്ട സമയമാണ്. ഭൂജല പരിപോഷണം ആലോചിക്കേണ്ട സ്ഥലമാണ്. മരങ്ങൾ വെച്ച് പിടിപ്പിക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കേണ്ടതാണ്. അപ്പോൾ അത്തരത്തിൽ മഴ വരും. ഇടമഴ കുറേ ഉണ്ട്. നമുക്ക് എന്തായാലും മെയ് മാസത്തിലും ഒക്കെ മഴ ഉണ്ട്. ഈ ഇടയ്ക്കൊക്കെ മഴ പലയിടത്തും വന്നു. മഴ വരും. കേരളത്തിന് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. ഇടമഴ കിട്ടാൻ സാധ്യതയുണ്ട്. മൺസൂൺ മഴ വല്ലാതെ ദുർബലമാകാൻ സാധ്യതയില്ല. എന്നാലും ഒരു പ്രഡിക്ഷൻ ഇപ്പോൾ പറയുന്നത് കുറച്ചൊന്ന് ദുർബലമായേക്കാം, പക്ഷേ ശക്തി പ്രാപിക്കുമെന്ന് തന്നെയാണ് നമ്മൾ വിശ്വസിക്കുന്നത്. കുടിവെള്ളക്ഷാമം ഉണ്ടാകുമോ? ഉണ്ടെങ്കിൽ തന്നെ ഏതൊക്കെ മേഖലയിലാണ് ബാധിക്കാൻ സാധ്യത? ജലക്ഷാമത്തെ നമുക്ക് പല രൂപത്തിൽ കണക്കാക്കാം. ഒന്ന്, കുടിവെള്ളത്തിന് ക്ഷാമമുണ്ടാകുന്ന ഒരു കാഴ്ചപ്പാട്. 2, മൃഗങ്ങൾക്കാവശ്യമായ വെള്ളം കിട്ടാത്തൊരു കാലഘട്ടം. 3, കൃഷിക്ക്, ഇതെല്ലാം ഉണ്ടെങ്കിലും കൃഷിക്കാവശ്യമായ
വെള്ളം കിട്ടാത്തൊരു സാഹചര്യം. ഇതൊക്കെ പോയിട്ടൊരു ഹൈഡ്രോളജിക്കൽ ഡ്രോട്ടുണ്ട് എന്ന് പറഞ്ഞാൽ വെള്ളം ഒന്നിനും കിട്ടില്ല, ഈ പറയുന്ന ഒന്നിനും കിട്ടും. അപ്പോൾ അഗ്രികൾച്ചറൽ ഡ്രോട്ടുണ്ട്, നോർമലായ ഒരു ഡ്രോട്ടുണ്ട്, ഹൈഡ്രോളജിക്കൽ ഡ്രോട്ടുണ്ട്. പല തരത്തിൽ ഈ വരൾച്ചയെ നമ്മൾ വർഗീകരിച്ചിട്ടുണ്ട്, ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഇപ്പോൾ ഉള്ളൊരു പ്രശ്നമെന്ന് പറഞ്ഞാൽ നമ്മൾ 2 പ്രശ്നങ്ങൾ ഇപ്പോൾ വരും ഈ സമയത്ത്. അത് നമ്മൾ ചോദിച്ചാൽ നന്നായി. ഒന്നെന്ന് പറയുന്നത് ജലത്തിൻ്റെ അളവ് കുറയും, കിണറുകളെല്ലാം ജലനിരപ്പ് കുറയും. വാമനപുരം നദിയിൽ നിന്ന് വാമനപുരം, ആറ്റിങ്ങൽ, കിളിമാനൂർ ഇങ്ങനെ ഒരു വലിയ പ്രദേശത്തേക്ക്, ആറ്റിങ്ങൽ നഗരസഭ അടക്കമുള്ള വലിയ പ്രദേശത്തേക്ക് കുടിവെള്ളം കൊടുക്കുന്ന പദ്ധതിയാണ് എവിടെയുള്ളത്? വാമനപുരം നദി പക്ഷേ തടയണ വരെ പൊക്കി കെട്ടിയിട്ട് പോലും വെള്ളം ആവശ്യമില്ല, ഇപ്പോൾ ആവശ്യത്തിനില്ല. അത് താഴ്ന്നു പോയി വെള്ളം പമ്പ് ചെയ്യാൻ പറ്റാത്ത രീതിയിലാണ് എവിടെ പോകുന്നത്? വാമനപുരം പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നദികളിൽ വെള്ളം കുറയാൻ സാധ്യതയുണ്ട്, കിണറുകളിൽ ക്രമാതീതമായി വെള്ളം കുറയാൻ സാധ്യതയുണ്ട്. ഇതോടൊപ്പം വരുന്നൊരു കാര്യമാണ് മണ്ണിലടങ്ങിയിരിക്കുന്ന അയൺ കണ്ടൻറ്റ്, ഇരുമ്പിൻ്റെ അംശം വ്യാപകമായി എന്തിൽ വരാൻ സാധ്യതയുണ്ട്? വെള്ളത്തിൽ വരാൻ സാധ്യതയുണ്ട്. കാരണം വെള്ളത്തിൻ്റെ അളവ് കുറയുന്നതിനനുസരിച്ച് തൊട്ടടുത്തുള്ള പ്രദേശങ്ങളിലെ മണ്ണിലെ അയൺ കണ്ടൻറ്റ് കൂടി പിന്നെ വരുന്ന വെള്ളത്തിൽ എന്തും കൂടെ വരും? അയൺ കണ്ടൻറ്റ് കൂടെ വരും. ഇത് സൂര്യപ്രകാശം കൂടെ അടിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും എന്ത് സംഭവിക്കും? അത് വരും. അത് വെള്ളം കോരുമ്പോൾ തന്നെ നമുക്കറിയാൻ പറ്റും, നിറവ്യത്യാസം കാണും. ഭക്ഷണം പാചകം ചെയ്യുമ്പോൾ ചോറ് ചവർപ്പ് കാണും. പിന്നെ വസ്ത്രങ്ങളൊക്കെ കഴുകുക, പ്രത്യേകിച്ച് വെള്ള വസ്ത്രമൊക്കെ ആണെങ്കിലും സ്പോട്ട് കാണും. അതൊക്കെ നമുക്ക് അറിയാൻ പറ്റും. ഇരുമ്പിൻ്റെ അംശം വളരെ കൂടുതലായിരിക്കും. മഴവെള്ളത്തെ, ടെറസിൽ വീഴുന്ന മഴവെള്ളത്തെ, എത്ര ചെറിയ മഴയായാലും അതിനെ ശുദ്ധീകരിച്ച് എവിടെ വിടണം? കിണറ്റിൽ വിടണം. അല്ലെങ്കിൽ കിണറിൻ്റെ അടുത്ത് കൊണ്ടുവിടാം. കിണറിൻ്റെ അടുത്താണെങ്കിൽ മണ്ണിൽ വിട്ടാൽ മതി, അത് കിണറ്റിൽ പൊക്കോളും. അല്ല, കിണറ്റിലേക്ക് നേരിട്ട് വിടാൻ ഒരു ചിരട്ടക്കരിയും മണലും ഒക്കെ വെച്ചുകൊണ്ട് ഒരു ശുദ്ധീകരണ സംവിധാനം വെച്ചുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? ഇതിനെ സംബന്ധിച്ച് ഒരുപാട് വീഡിയോസൊക്കെ യൂട്യൂബിൽ കിടപ്പുണ്ട്. മഴവെള്ള സംബന്ധം എന്നൊക്കെ ടൈപ്പ് ചെയ്താൽ കിട്ടുന്നതാണ്. അത് നോക്കിയിട്ട് ഒരു സംവിധാനം ചെയ്യണം. അപ്പോൾ 2 കുഴപ്പങ്ങൾ വരാം. ഒന്ന്, കുടിവെള്ളം ഉൾപ്പെടെയുള്ള മേഖലയിൽ പ്രശ്നങ്ങൾ വരാം. കന്നുകാലികൾക്ക് ആവശ്യമുള്ള മേഖലയിൽ കുഴപ്പം വരാം. പാലിൻ്റെ ഉൽപ്പാദനം ഈ സമയത്ത് വളരെ കുറയും. പ്രത്യുൽപാദന ശേഷി, പ്രസവിക്കുവാനുള്ള കഴിവ് ഇപ്രാവശ്യം ഈ മൃഗങ്ങൾക്ക് കുറയും. പശുക്കൾക്കൊക്കെ പ്രത്യുൽപാദന ശേഷി കുറയും, പാലിൻ്റെ ഉൽപ്പാദനം കുറയും. അതുകൊണ്ട് ധാരാളം വെള്ളം കൊടുക്കണം, അതിനുമൊക്കെ മൃഗങ്ങൾക്കൊക്കെ കൊടുക്കണം. അപ്പോൾ അതിനുമൊക്കെ ധാരാളം വെള്ളം വേണം. അതുകൊണ്ട് ഉള്ള ജലസ്രോതസ്സുകൾ എന്ത് ചെയ്യരുത്? കുളമായാലും കിണറായാലും വീടായാലും പൈപ്പായാലും ഉള്ള ജലസ്രോതസ്സുകൾ നശിപ്പിക്കരുത്. വെള്ളം മിതമായി ഉപയോഗിക്കാൻ നമ്മൾ പഠിക്കണം. ഈ സമയത്ത് ഉള്ള വെള്ളം മലിനമാകാതിരിക്കാനും നമ്മൾ ഒരു ശ്രമങ്ങൾ നടത്തണം. അപ്പോൾ അത് രണ്ടും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. വെള്ളം ഒരു കാരണവശാലും മലിനമാകരുത്. കുടിക്കുന്ന വെള്ളത്തിൽ നിറവ്യത്യാസമോ രുചി വ്യത്യാസമോ മണത്തിൻ്റെ വ്യത്യാസം, ഇതാണ് 3 ക്വാളിറ്റി പ്രശ്നം. ഒന്നുകിൽ നിറത്തിൽ വ്യത്യാസം കാണും, അല്ലെങ്കിൽ എടുത്ത് ശകലം നാക്കിൽ വയ്ക്കുമ്പോൾ രുചിയിൽ വ്യത്യാസം, അല്ലെങ്കിൽ സ്മെല്ലിൽ വ്യത്യാസം കാണും. ഇതുണ്ടെങ്കിൽ കുടിക്കരുത്. പിന്നെ പരമാവധി വെള്ളം ചൂടാക്കി കുടിക്കുക. ഫ്രിഡ്ജിൽ വെച്ചൊക്കെ കുടിക്കുന്നുണ്ട്, ഞാനുമൊക്കെ ധാരാളം കുടിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് കുടിക്കരുതെന്നൊക്കെ ഡോക്ടർ പറഞ്ഞിട്ട് ഞാൻ കുടിക്കുന്നുണ്ട്. ശ്വാസകോശ സംബന്ധമായ ചില പ്രശ്നങ്ങൾ, അസുഖങ്ങളൊക്കെ ഉണ്ട്. എന്നിട്ട് ഞാൻ ബുദ്ധിമുട്ടുണ്ടായിട്ടും, കാരണം അത്ര ചൂടാണ്. അപ്പോൾ തണുത്ത വസ്തുക്കളെല്ലാം കഴിക്കുക, തണുത്ത ഫ്രൂട്ട്സ് ധാരാളം കഴിക്കുക. ഞാനീ പറഞ്ഞ പോലെ ഉള്ള ജലസ്രോതസ്സിനെ മാന്യമായി മര്യാദയ്ക്ക് മലിനരഹിതമായി സൂക്ഷിക്കണം. വരുന്ന മഴയെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം? ചെറിയ മഴയായാൽ പോലും നമുക്ക് മണ്ണിൽ ഒഴുക്കി അങ്ങ് കടലിലേക്കോ നദിയിലേക്കോ വിടാതെ നമ്മുടെ അതാത് പറമ്പിലും പാടത്തും ഒക്കെ താഴ്ത്താനുള്ള ശ്രമങ്ങൾ നടത്തുന്നത് വീട്ടുകാർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് നമുക്ക് ഈ ക്ഷാമകാലത്തെ എന്ത് ചെയ്യാൻ പറ്റും? കുറച്ചുകൂടി ഗൗരവമായി നമുക്ക് കടത്തിവിടാൻ പറ്റും. പിന്നെ മഴക്കാലം വരുമ്പോൾ ആ മഴയെ പിടിക്കാനുള്ള പണികൾ കൂടി ചെയ്യണം. കാരണം വരാനിരിക്കുന്നതും എന്തിൻ്റെ കാലമാണ്? ചൂടിൻ്റെ കാലം തന്നെയാണ്. അല്ലാതെ ഇനിയൊരു സുഖകരമായൊരു കാലാവസ്ഥയുടെ കാലം കേരളത്തിലുമില്ല, ഭൂമിക്ക് ഒരിടത്തുമില്ല.